ഹാപ്പി സോൾസ്. ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ കണ്ടന്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഹീലിംഗ് ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ കാണാൻ വരുന്ന ഒത്തിരി പേര് എന്നോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്, പിന്നെ അവർക്ക് ഭയങ്കര ഹെയർ പ്രോബ്ലംസ് ആണ്, ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, ഹെയർ ഫോൾ ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ ഒരു ലൈഫിൽ ആ ഒരു പ്രോബ്ലത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളെ വളരെയധികം ഉപകാരപ്പെടും. അപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് 21 ദിവസം ഈ വീഡിയോ കണ്ടതിന് ശേഷം 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഹെയറിന് ഉണ്ടാക്കി തരാനായിട്ട് പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഹീലിംഗ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ, ഞാൻ സരിത വിഷ്ണു, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ഫോർ വുമൺ ആൻഡ് ആൻ അവാർഡ് വിന്നിംഗ് ഓൺടർപ്രണർ, അതുപോലെ തന്നെ ഹോപ്പ് നോപ്പുന്നു ഹീലർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപകാരപ്പെടുന്ന ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഹീലിംഗ് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് ഈവനിങ് ഹീലിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഭാഗമാകാനായിട്ട്, ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഹെയർ പ്രോബ്ലംസ്, സ്കാൽപ്പിൻ്റെ പ്രോബ്ലംസ് ഒക്കെ പലപ്പോഴും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ്. അല്ലെ, നിങ്ങളുടെ ഹെയർ പ്രായമാകുന്നു, നിങ്ങളുടെ ഹെയർ വളരുന്നില്ല, അതുപോലെ തന്നെ ഹെയർ ഫോൾ ഉണ്ടാകുന്നു. അപ്പം നമുക്ക് എത്ര നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിലും എൻ്റെ അടുക്ക് വന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ പലരും എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഹെയർ ഫോളിൻ്റെ കാര്യം, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ആവശ്യമുള്ള രീതിയിൽ ഹെയർ വളരുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമുക്കൊരു സെൽഫ് കെയർ എന്ന് പറയുന്ന ഒരു ഭാഗം പലപ്പോഴും നമുക്ക് മിസ്സിങ് ആണ്. വളരെയധികം തിരക്കിട്ട ജീവിത സാഹചര്യത്തിൽ നമ്മളെ തന്നെ കെയർ ചെയ്യാൻ പലപ്പോഴും മറന്നുപോകും. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ പ്രോബ്ലങ്ങൾക്കും അതിന് കൃത്യമായിട്ടുള്ള ഇമോഷണൽ റീസൺസ് ഉണ്ട്. അപ്പോൾ ഹെയർ ഗ്രോത്തിൻ്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹെയർ ഗ്രോത്തിൻ്റെ ഒരു സ്ട്രെസ്സ്, ടെൻഷൻ എന്നുള്ള സാധനങ്ങളൊക്കെയാണ്, ആ ഇമോഷൻസ് ആണ് നമ്മളുടെ ഹെയറിന് നമ്മൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വളർച്ചയോ ആരോഗ്യമോ ഒരു ഹെൽത്തി ഹെയറോ ഒന്നും ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്ന ഹീലിംഗ് പ്രാക്ടീസ് നിങ്ങൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇതിൽ നമുക്ക് വേണ്ടത് ഒരാളുടെ ഹെൽപ്പ് വേണം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരു കണ്ണാടിയാണ്. ഈ കണ്ണാടിയുടെ ഹെൽപ്പ് എടുക്കുക. കണ്ണാടിയിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു കുറച്ച് സമയം, ഒരു 5-10 മിനിറ്റ് നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നിങ്ങൾ വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ ഹെയറിൻ്റെ ഹെൽത്ത് ഏതൊരു സാഹചര്യത്തിലും ആയിക്കോട്ടെ, ചിലപ്പം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാവാം, ഹെയർ ഗ്രോത്ത് ഉണ്ടാവത്തില്ല, ഹെയറിനൊരു സ്ട്രെങ്ത് ഉണ്ടാവില്ല, ഒരു ഹെൽത്തി ഹെയർ ആയിരിക്കില്ല, വളരെ റഫായിട്ടുള്ളൊരു ടെക്സ്ചർ ആയിരിക്കും, ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യം വെച്ച് നിങ്ങൾ എന്താ ഏറ്റവും കൂടുതൽ അറിയാതെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഹെയറിനെ ഇഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിലല്ല. ഇതെന്തൊരു ഹെയർ ആയത്, ഇതെന്തൊരു മുടിയായത്, ഒരു ഭാരം പോലെ തലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാര്യം ഡ്രൈ ഹെയർ ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം, അത് ചീകി അത് ഒതുക്കിയൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾ കുറച്ച് പ്രയാസപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹെയറിനെ ഏത് രീതിയിലാണോ അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് നമ്മളുടെ തലമുടിയെ നമ്മുടെ കൈകൾ കൊണ്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അതിനെ ടച്ച് ചെയ്യാം. സ്നേഹം കൊടുക്കുക. അതായത് നമ്മളുടെ കൈ വളരെ സ്നേഹത്തോടെ, നമ്മൾ വളരെ റഫായിട്ടല്ല, വളരെ ജെൻറ്റിലായിട്ട് നമ്മളുടെ മുടിയെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം, ഐ എം സോറി. ഐ എം സോറി പറയുന്നത് എന്തിനാണെന്നറിയാമോ? പലപ്പോഴും ജീവിത സാഹചര്യങ്ങളുടെ നമ്മൾ വേണ്ട കെയറോ അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡോ അതിന് വെള്ളം കുടിക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ട് വളരെ വലിയൊരു റിസൾട്ട് നമ്മുടെ തലയിൽ വേണമെന്ന് നമ്മളിങ്ങനെ വെറുതെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ വേണ്ട രീതിയിൽ നമ്മുടെ ഹെയറിനെ കെയർ ചെയ്യാതെ നമ്മളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അതിനെ മാറ്റുന്നത്. അപ്പോൾ അതിന് 100% ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഐ ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഫോർ ക്രിയേറ്റിംഗ് ദിസ് കണ്ടീഷൻ. ഈ ഒരു ഹെയറിൻ്റെ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തതിന് 100% ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം നമുക്ക് പറയാം, ഐ എം സോറി മൈ ഡിയർ ഹെയർ, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു.
എന്നിട്ട് നിങ്ങൾ ആ ഒരു സ്നേഹം, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്നേഹം ഹെയറിൽ കൊടുക്കാനായിട്ട് കൊടുക്കണം. ശരിക്കും നിങ്ങളുടെ ഹെയർ ആ സ്നേഹം റിസീവ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ദിവസം ഈ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഹെയർ ജീവനൊക്കെ വെച്ച് വരുന്നൊരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കൈകൾ മുടിയിലേക്ക് തൊട്ടതിന് ശേഷം 11 ടൈംസ്, 11 തവണ ഐ എം സോറി ഡിയർ ഹെയർ, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അപ്പോൾ നമ്മൾ 11 ദിവസം 11 തവണ ഒരുമിച്ചത് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ഡിയർ ഹെയർ, ഐ എം സോറി, please forgive me, thank you, I love you. Dear hair, I am sorry, please forgive me, thank you, I love you. Dear hair, I am sorry, please forgive me, thank you, I love you. Dear hair, I am sorry, please forgive me, thank you, I love you. Dear hair, I am sorry, please forgive me, thank you, I love you. Dear hair, I am sorry, please forgive me, thank you, I love you. Dear hair, I am sorry, please forgive me, thank you, I love you. Dear hair, I am sorry, please forgive me, thank you, I love you. Dear hair, I am sorry, please forgive me, thank you, I love you. Dear hair, I am sorry, please forgive me, thank you, I love you. Dear hair, I am sorry, please forgive me, thank you, I love you. നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഇപ്പോൾ ആ നിങ്ങളുടെ മുടിയിലേക്ക് പോയിരിക്കുന്ന സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും ഒക്കെ ആ എനർജി മുടി റിസീവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിനി ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ മുടിയെ മറ്റൊരു വ്യക്തിയുടെ മുടിയുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നിർത്തുക. അതിന് നിങ്ങൾക്ക് ഹെയറിനോട് നമ്മൾ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഇനിയും കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പവർഫുൾ അഫർമേഷൻസ് ആണ് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഹെയർ പ്രോബ്ലംസ് റിഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ടച്ച് യുവർ ഹെയർ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മുടിയിലേക്ക് തൊടാം. അതിനുശേഷം പറയേണ്ടതാണ്, മൈ ഹെയർ ഗ്രോസ് ലോങ്ങർ, സ്ട്രോങ്ങർ ആൻഡ് ഹെൽത്തിയർ എവറി സിംഗിൾ ഡേ. ഓരോ ദിവസവും എൻ്റെ മുടി വളരെ ആരോഗ്യത്തോടെയും വളരെ സ്ട്രെങ്തനായിട്ടും വളർന്നുകൊണ്ടിരിക്കുന്നു. ഐ നറിഷ് മൈ സ്കാൽപ്പ് വിത്ത് ലവ് ആൻഡ് കെയർ. എൻ്റെ സ്കാൽപ്പിനെ ഞാൻ സ്നേഹം കൊണ്ടും ശ്രദ്ധ കൊണ്ടും നറിഷ് ചെയ്യുന്നു. ഐ റിലീസ് ഓൾ സ്ട്രെസ് ദാറ്റ് അഫക്ട്സ് മൈ ഹെയർ. എൻ്റെ മുടിയെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ സ്ട്രെസ്സിനെയും ഞാൻ റിലീസ് ചെയ്യുന്നു. ഐ ചൂസ് പീസ് ആൻഡ് മൈ ഹെയർ ഈസ് വൈബ്രൻറ്റ്, ഷൈനി ആൻഡ് ഫുൾ ഓഫ് ലൈഫ്. എൻ്റെ മുടി ഏറ്റവും നല്ല ആരോഗ്യത്തോടെയും അതുപോലെ തന്നെ വളരെ തിളക്കമാർന്നതും ജീവനുറ്റതുമാകുന്നു. എവറി സ്ട്രാൻഡ് ഓഫ് മൈ ഹെയർ ഈസ് എ സിംബൽ ഓഫ് മൈ ഹെൽത്ത് ആൻഡ് വൈറ്റാലിറ്റി. എൻ്റെ ഓരോ മുടിയിഴകളും എൻ്റെ ആരോഗ്യത്തെ വിളിച്ചോതുന്നതാണ്. ഐ ലവ് ആൻഡ് അക്സെപ്റ്റ് മൈ ഹെയർ എക്സാക്ട്ലി ആസ് ഇറ്റ് ഈസ്. എൻ്റെ മുടി എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാനതിനെ സ്നേഹിക്കുന്നു. മൈ ഹെയർ ഈസ് എ ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ ഓഫ് മൈ യുണീക്ക് ഐഡൻറ്റിറ്റി. എൻ്റെ യുണീക്കായിട്ടുള്ള ഐഡൻറ്റിറ്റിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷനാണ് എൻ്റെ മുടി എന്ന് പറയുന്നത്. ഐ ട്രീറ്റ് മൈ ഹെയർ വിത്ത് കൈൻഡ്നെസ്, പേഷ്യൻസ് ആൻഡ് ജോയ്. ഓരോ ദിവസവും എൻ്റെ മുടിയെ വളരെ ദയോടുകൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ഞാൻ കെയർ ചെയ്യുന്നു. ഐ ലെറ്റ് ഗോ ഓഫ് കമ്പാരിസൺ, മൈ ഹെയർ ഈസ് പെർഫെക്റ്റ് ഫോർ മീ. മറ്റുള്ളവരുടെ മുടിയുമായിട്ടുള്ള എൻ്റെ എല്ലാ താരതമ്യപ്പെടുത്തലുകളെയും ഞാൻ വിട്ടുകളയുന്നു. എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മുടിയിഴകളാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. മൈ ഇന്നർ ബ്യൂട്ടി റേഡിയേറ്റ്സ് ത്രൂ എവറി സ്ട്രാൻഡ് ഓഫ് മൈ ഹെയർ. എൻ്റെ ഉള്ളിലുള്ള സൗന്ദര്യം, ദ ഇന്നർ ബ്യൂട്ടി ഓഫ് മൈ സെൽഫ്, അത് എൻ്റെ ഓരോ മുടിയിഴകളിൽ കൂടെയും റേഡിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഐ എം സോറി മൈ ഡിയർ ഹെയർ, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. മൈ ബ്യൂട്ടിഫുൾ ഹെയർ, ഐ ലവ് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കുറച്ച് സമയം നമ്മളുടെ മുടിയിഴകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ
ചെയ്യുക. ഓയിൽ ചെയ്യുന്നതോടുകൂടി ഹെൽത്തി ഫുഡ് കഴിക്കുന്നതോടുകൂടിയും ഈ ഒരു ഹോപ്പനോപ്പനോ പ്രാക്ടീസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഈ ഒരു പ്രോഗ്രാം എല്ലാ ദിവസവും ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ഇടുക. എത്രാമത്തെ ദിവസമാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്, Day 1 കംപ്ലീറ്റ്, Day 2 കംപ്ലീറ്റ്, Day 3 കംപ്ലീറ്റ്. എന്നിട്ട് നിങ്ങളുടെ ഒരു മുടിയുടെ ഫോട്ടോയും കൂടെ എടുത്ത് വെക്കണം. 21 ദിവസം കഴിയുമ്പോൾ ഉള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സീ ദ ഡിഫറൻസ്. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി.